നമസ്കാരം. വളരെ സന്തോഷം. കുറേയായി സ്നേക് മാസ്റ്റർ ടീം രാത്രിയിൽ യാത്ര ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കാരേറ്റിൽ നിന്ന് കല്ലറയ്ക്ക് പോകുന്ന വഴിയിൽ കുറ്റിമൂടിന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് കുറ്റിമൂടിൻ്റെ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് കുറച്ച് ഉള്ളിലേക്ക് വരുമ്പോൾ എൻ്റെ ഒരു പഴയ ഓർമ്മ. കാരണം ഞാൻ ഒരു 10 വർഷങ്ങൾക്കും 12 വർഷങ്ങൾക്കും മുന്നേ തിരുവനന്തപുരം വെഞ്ഞാറമൂട് കാരേറ്റി ഈ ഭാഗത്ത് ഏതെങ്കിലും ഒരു കോൾ വന്നാൽ ആദ്യം വിളിക്കുന്നൊരു പേരുണ്ട്, ആദ്യം വിളിക്കുന്നൊരു നമ്പറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഗോപൻ വെഞ്ഞാറമൂട് എന്നാണ്. പണ്ട് അവർ മാധ്യമപ്രവർത്തകരായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അതൊക്കെ വിട്ടു. അത് കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലിൻ്റെ PRO പോലെ അവിടെ എല്ലാ കാര്യങ്ങളും ഓടി നടന്നൊരു ആളായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് ഒഴിഞ്ഞൊരു സ്ഥലത്ത് കുറ്റിമൂടിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വന്ന് ഒഴിഞ്ഞ് നല്ലൊരു വീടൊക്കെ വെച്ച് നല്ല ഒഴിഞ്ഞൊരു സ്ഥലത്ത് താമസിക്കുന്ന പ്രിയപ്പെട്ട ഗോവൻ ചേട്ടൻ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു 6-7 മണിയോടുകൂടി എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ കൗമുദിയുടെ നമ്മുടെ ടീം അംഗങ്ങളോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ ഞാൻ നേരെ പഴയ വീട്ടിൽ വാമനാപുരത്ത് പോയേനെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ അവിടെ വാമനാപുരത്തല്ല, എൻ്റെ പുതിയ വീട് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ആ വീട്ടിൻ്റെ വീടൊക്കെ കാണുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് തറയിൽ കോൺക്രീറ്റ് ഇടുന്നതിനോടൊപ്പം ഞാൻ യോജിക്കാത്ത ഒരാളാണ്. കാരണം വെള്ളത്തിൻ്റെ ഉറവ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ നനവ് ഭൂമിയിലേക്ക് താരാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പല വീട്ടിലും പോകുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വീട് മൊത്തം ഇങ്ങനെ പറമ്പ് മുഴുവൻ ഇങ്ങനെ കല്ല് പാവിട്ടിൽ വെള്ളം ഭൂമിയിൽ പിടിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയത് മെറ്റിലൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് കൈകാര്യം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടില്ല. അദ്ദേഹം നമ്മളെ വിളിച്ചുകൊണ്ട് ഓടി പാമ്പിനെ കണ്ടു, നമ്മളൊരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് പുറകിൽ എവിടെ നിൽക്കണം. അപ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമുള്ള ഒരു പഴയ ബന്ധം ഇന്നൊരു കോൾ വന്നപ്പോഴാണ് നമ്മൾ വീണ്ടും സംസാരിക്കാനിട വന്നത്. എന്തായാലും അദ്ദേഹത്തിന് നമുക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അളിയൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊരാളോട് നമുക്ക് കാത്തു നിൽപ്പുണ്ട്. അദ്ദേഹം പാമ്പിൻ്റെ അടുത്ത് കാവൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനോടൊപ്പം നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. നമുക്ക് അതിനുശേഷം ബാക്കി വിശേഷങ്ങൾ പിന്നെ പങ്കുവെക്കും. നമുക്ക് ഇതെവിടെയാണ്? പുറകിലോ? നല്ല പുറകുണ്ട്. നല്ല ദൂരമുണ്ടോ? ഓക്കെ. ഇതിപ്പോൾ എത്ര ആളായി വെച്ചിട്ട് ഇത് എടുത്താൽ? എത്രയാളല്ലേ ഇവിടെ താമസത്തിന് വന്നിട്ട്? ഓഹോ, എല്ലാം കൃഷിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി പാവയ്ക്ക് എല്ലാം ഉണ്ട് അല്ലേ? പണിയൊന്നും ആയിട്ടില്ല അല്ലേ? ഓഹോ, എല്ലാം നടക്കുന്നതാണ്. ആ നമസ്തേ, സുഖം. ഇത് എല്ലാം അടിപൊളിയായിട്ടല്ലേ? ഇതേതാ ഹൈബ്രിഡ്? ഇതോ മറ്റേ ഡോബർ? അമ്മാ ഹായ് അമ്മ, സുഖമാണോ? ഇതിനകത്ത് പോയിട്ടില്ല. ആ സമയം പോയിട്ടില്ല 100%. ഇവിടെയൊക്കെ താമസമുണ്ടോ? ഇതില്ല, എല്ലാം വേക്കൻ്റ് പ്ലോട്ടാ അല്ലേ? ഇതിനകത്ത് കയറി പോയിട്ടില്ല. ഒത്തിരി ഉണ്ടല്ലേ? പോയിട്ടില്ലെന്ന് ഉറപ്പല്ലേ? 100%. ഓക്കെ. ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു 10-15 വർഷത്തോളം പഴക്കമുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. അതിനുശേഷമാണ് ഞാൻ വീട്ടിൽ പോയി അമ്മയെ കണ്ടു. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു പാമ്പിനെ കണ്ടു. പഴയ വീട്ടിലൊരു പാമ്പിനെ, വാമനാപുരത്തിനടുത്ത് കളമച്ചിൽ എന്നുള്ള സ്ഥലത്തിനടുത്ത് ഒരു പാമ്പിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പാമ്പിനെ. പിന്നെ ഇവിടെ ഏത് ഒരു കോൾ വന്നാലും പുള്ളിയാണ് ആദ്യം അവർ കണക്ട് ചെയ്യുന്നത്. നമ്മൾ അത്രയ്ക്കുള്ള ആത്മബന്ധം ഉണ്ടായിരുന്ന അറിയാവുന്ന ആൾക്കാർ മുഴുവൻ കോളുകൾ ആ സമയത്ത് വെഞ്ഞാറമൂട് ആ സമയം തൊട്ട് ഉള്ള ബന്ധമാണ് ഞങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹത്തിന് ഞങ്ങൾ കണ്ടിട്ട് കുറേയായി. ഇദ്ദേഹത്തിൻ്റെ നമ്പർ എൻ്റെ മിസ് ആയി. ഞാൻ കൂടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഇദ്ദേഹം ചുമതല നോക്കുന്ന ഹോസ്പിറ്റലിൽ ഒരു ആവശ്യമായിട്ടൊക്കെ വന്ന് ഞാൻ ഇദ്ദേഹത്തിനാണ് വിളിച്ചുകൊണ്ടുവന്നത്. പിന്നെ ആ നമ്പർ മിസ്സായി. പിന്നെ അടുത്ത കാലത്ത് പുള്ളിക്കാരനെ വിളിച്ചപ്പോഴാണ് ആ നമ്പറിനെ കിട്ടുന്നത്. ഞാൻ സേവ് ചെയ്യുന്നു. നമ്മൾ അങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഇപ്പോൾ ഇന്നാണ് ഒരു ആ ഗ്യാപ്പ് ഫില്ലായത്. അപ്പോൾ ഇവിടെ ഒരു അതിഥിയെ കണ്ടുവന്ന് അദ്ദേഹം വിളിച്ചു. അദ്ദേഹം ഇവിടുന്ന് മാറിയിട്ടില്ല. ആ സമയം തൊട്ട് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പരാതി ഉണ്ടായിരുന്നു, അതൊന്ന് പരിഹരിക്കാൻ. കാരണം കുറേ എന്നെ വിളിക്കാറില്ല, ഓർമ്മിക്കാറില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇന്ന് എന്തായാലും നമുക്ക് ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന, ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പാമ്പ് അതിഥി അല്ലെങ്കിൽ നമ്മുടെ അതിഥി വന്നതുകൊണ്ട് വീണ്ടും ആ പഴയ ബന്ധം പുതുക്കാൻ കഴിഞ്ഞു. അമ്മയെ കാണാൻ കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ വൈഫിനെ കാണാൻ കഴിഞ്ഞു, എല്ലാവരെയും പരിചയപ്പെടാൻ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഒരു നിമിത്തം എന്ന് പറയുന്നത്. ഒരു നിമിത്തം ഇതാണ്. അപ്പോൾ ഞാൻ എൻ്റെ പണ്ട് സ്കൂളുകളിലൊക്കെ പഠിച്ച എൻ്റെ പഴയ സഹപാഠികളുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് പാമ്പിനെ പിടിക്കാൻ പോകുമ്പോഴാണ് അറിയുന്നത് ഇതെന്നോട് പഠിച്ച ആളാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു മേഖലയിൽ വന്നതുകൊണ്ട് അങ്ങനെ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നുണ്ട്. പഴയ ആൾക്കാരെ കാണാൻ കഴിയുന്നൊരു ഭാഗ്യമുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ ഇദ്ദേഹം അവിടുന്ന് മാറിയിട്ടില്ല. ഈ ടെയിലിൻ്റെ ഇടയിൽ അതേയുണ്ട്. പക്ഷേ ഈ ടെയിൽ സാധാരണഗതിയിൽ ഞാൻ വേസ്റ്റൊക്കെ വാങ്ങിച്ച് വയ്ക്കുമ്പോൾ ഞാൻ കൂടി വയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ വെക്കണം. പക്ഷേ ഇങ്ങനെ വെച്ചത് കൊണ്ട് ഒരു ഉപകാരമുണ്ട്, ഇദ്ദേഹത്തിന് ഇവിടെ കിട്ടി. ഇല്ലെങ്കിൽ ഇദ്ദേഹം എങ്ങോട്ടെങ്കിലും അങ്ങ് പോവുകയോ ചിലപ്പോൾ രാത്രിയിൽ നമ്മുടെ നായ്ക്കിട്ട് പണി കൊടുക്കാനൊക്കെ സാധ്യത. നായ തുറന്നിടുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ സ്മെല്ല് കിട്ടുമ്പോൾ നായ പോയി സ്മെല്ല് ചെയ്യും, പെട്ടെന്ന് മൂക്കിലിട്ട് പിടിച്ചു വിടും. അങ്ങനെ ഒരുപാട് നായ്ക്കൾക്ക് മരണം സംഭവിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകാതിരിക്കുക. അപ്പോൾ എന്തായാലും സന്തോഷം. ഇപ്പോൾ എപ്പോഴും ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ പഴയ അമ്മയാണോ ചേട്ടനാണെന്നുണ്ടെങ്കിൽ 3 അടിക്കുള്ള 2.5 അടിയോളം ഹൈറ്റിൽ സ്റ്റാൻഡ് ഇട്ടൊരു വിറവടുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ
ഒരു കാര്യം ഓർക്കുക, ഇതുപോലെ പടങ്ങിട്ട് ചുവരിൽ വെക്കരുത്. ഇതിൽ നിന്ന് ഇവിടെ വെക്കരുത്. ഇവിടെ വയ്ക്കുമ്പോൾ ഇതിൽ നിന്ന് കഴിഞ്ഞ് ഇതിനകത്ത് വന്നു. ഇപ്പം നമുക്കറിയാം നവംബർ, ഡിസംബർ, ജനുവരി പാമ്പുകളുടെ ഇണചേൽ സമയമാണ്, മാറ്റിങ് ടൈമാണ്. അപ്പോൾ ആ സമയം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തൊക്കെ വന്നിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വെക്കരുത്. കുറച്ചുകൂടി ഗ്യാപ്പ് ഇട്ട് മാറ്റി ഇതുപോലെ ഹൈറ്റിൽ വിറവടി വെക്കുന്നത് നമ്മുടെ ജീവനോ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ ജീവനോ സംരക്ഷിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അതിൽ ഇങ്ങനെ ഇവിടെ വെച്ച് കൊടുത്താൽ മേളിൽ കയറിയിരിക്കും. എപ്പോഴും സ്റ്റാൻഡിട്ട് ഈ നവംബർ, ഡിസംബർ, ജനുവരിയിൽ നിങ്ങൾ വിറവ് അങ്ങനെ അടിക്കുകയാണ്. നമ്മുടെ അതിഥികൾ മോർക്കിനും അണലിയാണെന്ന് തുടങ്ങുകയാണ്, അത് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഇതിനകത്തുള്ള അതിഥി ആരാണെന്നോ, ആണാണോ പെണ്ണാണെന്നോ മൂർഖനാണെന്നോ അല്ലെങ്കിൽ ചേരയാണെന്നോ പെരുമ്പാമ്പാണെന്നോ കാട്ടുപാമ്പാണെന്നോ നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ മൊബൈൽ വെട്ടത്തിൽ നമുക്കറിയാം. ഞാൻ എപ്പോഴും പരാതി പറയുന്നൊരു കാര്യമാണ്, എന്താണെന്നറിയുമ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ അല്ലെങ്കിൽ ഈ കൂടിയ ഫോൺ വന്നതോടുകൂടി, ഫ്ലാഷ് വന്നതോടുകൂടി നമ്മളെല്ലാവരും ടോർച്ചുകളെ ബഹിഷ്കരിച്ചു. പാടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം, ടോർച്ച് വാങ്ങി നോക്കി. എല്ലായിടത്തും പാമ്പ് കടികളുടെ എണ്ണം കൂടുന്നു. പാമ്പ് കടി എണ്ണം 2022 മരണത്തിൻ്റെ എണ്ണം കൂടുതലാണ്. കൊച്ചുകുട്ടികൾക്ക് പാമ്പ് കടിയേറ്റ മരണം കൂടുതൽ. ഇപ്പോൾ നമ്മൾ ഈ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പാമ്പ് കടി കൊല്ലത്ത് വെച്ച് പാമ്പ് പിടിച്ച് അദ്ദേഹം ഡ്രൈവ് ചെയ്തിട്ട് വേണ്ടത്തന്നെ അദ്ദേഹത്തിൻ്റെ വീട് അവിടെ വന്നു. അപ്പോൾ അദ്ദേഹം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. അപ്പോൾ എന്നെ വിളിച്ച് എന്താ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞ് കടിച്ച ഭാഗത്ത് ഇത്രയും സമയം ഒന്ന് കൈ വെച്ച് നോക്കാം, കൈ തിരിച്ച് വെള്ളം വെച്ച് നോക്കാം. ചൂടുണ്ടെങ്കിൽ വെനമുള്ള പാമ്പിൻ്റെ കടിയാണ്, അഡ്മിറ്റ് ആവേണ്ടി വരും. ഇല്ലെങ്കിൽ പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മടങ്ങിപ്പോൾ അവർ പേടിക്കേണ്ട കാര്യമില്ല. അവരില്ലാന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. നമ്മൾ ഈ ടൈൽ കുറേച്ച് എന്തായാലും ഉണ്ടെന്നുള്ളതിന് ഉറപ്പായി. ചെറിയൊരു മൂളൽ. അപ്പോൾ ഇത് സാധാരണ ഞാൻ പറയും അണലിയായിരിക്കും. ഇന്നലെ തൃശ്ശൂരിൽ ഇതുപോലെ ഒരു റെക്കോർഡിങ്, ഒരു പാമ്പിൻ്റെ രാത്രി പാമ്പിനെ കണ്ടിട്ടില്ല, സൗണ്ട് മാത്രം ആ റെക്കോർഡ് എനിക്ക് അയച്ചിരുന്നു. ഞാൻ കേട്ടു. അത് സാധാരണ കേട്ട് കഴിഞ്ഞാൽ അതിനെ റെക്കോർഡിൻ്റെ നമ്മൾ എന്താ പറയുക മൊബൈലിൽ ദൂരെ നിന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടായിരിക്കാം അത് അണലിയുടെ സൗണ്ട് പോലെ തോന്നി. പക്ഷേ അണലിയല്ല, മൂർഖനായിരുന്നു. ഇതിപ്പോൾ സൗണ്ട് കേട്ടിട്ട് അണലിയല്ല, അത് മൂർഖൻ അതിഥിയുടെ സൗണ്ട് പോലെയാണ് തോന്നുന്നത്. മറ്റേ ചേരയുടെ സൗണ്ടും അല്ല, മൂർഖൻ്റെ സൗണ്ട് പോലെയാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും അദ്ദേഹം അവിടെ എവിടെയോ ഒന്ന് തുമ്മിച്ചിരുന്നു. ജലദോഷമുള്ളൊരു തുമ്മിക്കുമ്പോഴാണ് നമുക്ക് കേൾക്കാം. ജലദോഷമുള്ള ആൾക്കാർ തുമ്മിക്കും പോലെ ഇവിടെ നമുക്കിത് കാണാം. അത്ര ഇവിടെ പതുക്കെ ഞാൻ ഇത് മാറ്റാം. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് എന്തൊക്കെയോ പാടുത്ത നോക്കി പടം പൊഴിക്കാറായ കാണാൻ നമുക്ക്. പടം പൊഴിക്കാറായത് മാത്രമല്ല, എനിക്ക് പടം പൊഴിക്കാറായ മറ്റേ ദേഹത്ത് എന്തോ മുറിവുകൾ. എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും കിടന്ന സ്ഥലത്ത് എന്തെങ്കിലും കല്ലോ അങ്ങനെ എന്തോ വീണിട്ട് തൊലി പോയതുപോലെ തോന്നുന്നുണ്ട്. അത് ഇവിടുന്ന് പറ്റിയല്ല, എനിക്ക് തോന്നുന്നു കുറച്ച് സമയമായി. ഇപ്പോൾ ഉടനെയൊന്നും പറ്റിയതല്ല, കുറച്ച് സമയമായിട്ടുണ്ട് തൊലി പോയിട്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ട രാത്രി സന്ധ്യ കണ്ടു കഴിഞ്ഞാൽ ഇത് മൂർഖനെന്ന് പറയുകയില്ല. പെട്ടെന്ന് ഇരുട്ടത്താണ് പുള്ളിക്കാരൻ കണ്ടത്. എന്തോ കഴിഞ്ഞു ഇതിനകത്ത് കയറിയുകൊണ്ട് എന്നെ വിളിച്ചിട്ട് എന്നോട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് ആരെയും വിളിച്ച് കൊണ്ടുപോകുന്നത്. കാരണം നമ്മൾ അറിയാം, നമുക്കൊരു അതിഥിയെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആൾ ഇങ്ങനെ വിളിച്ച് പെട്ടെന്ന് ആളുകൾ കൂടും. അപ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക, നമുക്ക് വിശാലമായിട്ട് നമ്മുടെ ആൾക്കാരെ പരിചയപ്പെടുത്താൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നു. ഇത് നമുക്ക് കാണുന്ന പാടുകളൊന്നും മാരകമല്ല. പക്ഷേ ഈ ഉറുമ്പ്, നമ്മൾ ഈ കാണുന്ന കട്ടുറുമ്പ് ഇദ്ദേഹത്തിനെ കടിക്കും. ഈ കട്ടുറുമ്പ് ചെയ്ത് നമുക്ക് വേറെ എഫക്റ്റ് ആവുന്നൊരു ഉറുമ്പല്ല, കടിക്കും. പക്ഷേ ഇതിന് കടിച്ചാൽ നമുക്ക് അധികം വേദന ഉണ്ടാകുന്നൊരു ഉറുമ്പല്ല, മറ്റുറുമ്പ് പോലെ. പക്ഷേ ഇത് ഇദ്ദേഹത്തിനെ കടിക്കും. ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് പൊട്ടലുള്ളതുകൊണ്ട്, മുറിവുകളുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ തൊലി പോയതുകൊണ്ട് ഇതിന് വേറൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഉറുമ്പ് പോലെ ഭക്ഷണം, അതായത് ഉറുമ്പ് നമുക്കറിയില്ല, ഉറുമ്പ് എത്ര പെട്ടെന്ന് ഒരു ജീവി ചത്തുകൊണ്ട് പെട്ടെന്ന് അവിടെ എത്തുന്ന, അവൻ്റെ ഭക്ഷണം അവിടെ എത്തുന്ന ഒരു പ്രവണത ചില ടൈപ്പ് ഉറുമ്പുകൾക്കുണ്ട്. ഇതും അതുപോലെയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ദേഹത്തെ ആ മുറിവിലേക്ക് കടിക്കാൻ സാധിക്കും. പക്ഷേ മൂർഖനാണ്, വേറെ ആരോഗ്യ പ്രശ്നമൊന്നും കാണുന്നില്ല. പക്ഷേ ഈ മുറിവ് മാത്രം ഇപ്പോഴത്തെ മുറിവല്ല, കുറച്ച് നേരം പഴക്കമുള്ള മുറിവാണ്. അതിനകത്തുനിന്ന് നീരൊലിക്കുന്നൊന്നുമില്ല. പക്ഷേ എന്നാലും നീരൊലിക്കുന്നില്ല എങ്കിൽ പോലും നമുക്ക് പടം പൊഴിക്കാൻ, അല്ലെങ്കിൽ മുറിവ് വേറെ മരുന്ന് വെക്കേണ്ട മുറിവായിട്ട് വരുന്നത് ഇതുവരെ പടം പൊഴിഞ്ഞു പോയിക്കൊണ്ട്. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം കിടന്ന സ്ഥലത്ത് ഏതെങ്കിലും രീതിയിൽ
ഇത് ഉടുമ്പ് കടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നമുക്ക് എന്തായാലും ഈ ടെയിലും കൂടെ ഒന്ന് മാറ്റി വെച്ച് നമുക്ക് അദ്ദേഹത്തിന് ഫുള്ളായിട്ടൊന്ന് കാണാം. ആൾ എങ്ങനെയുണ്ട്, ആരോഗ്യവാനാണോ ആരോഗ്യവതിയാണോ എന്നൊക്കെ നമുക്കൊന്ന് കാണാം. ഇവിടെ ഞാൻ പറഞ്ഞു നല്ല വയ്യായിക ഇല്ലെങ്കിൽ പോലും, പക്ഷേ കഴുത്തിനിവിടെ നല്ലൊരു മുറിവുണ്ട്. മൂക്കൊക്കെ എനിക്ക് വന്ന് ഇതിൻ്റെ ഇടയിലൊക്കെ കൊണ്ട് തള്ളി കയറ്റിയിട്ട് മൂക്കിൽ തൊലിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുക ഈ മുറിവ് വലിയ പ്രശ്നമല്ല. പക്ഷേ കഴുത്തിൽ വരുന്ന കഴുത്തിലെ മുറിവിന് എന്തായാലും നമുക്ക് ആ ഒരു തൊലി കീറിയിട്ടുണ്ട്. എന്നാലും മരണം സംഭവിക്കത്തില്ല, പക്ഷേ തൊലി കീറിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. പക്ഷെ എന്നാലും തൊലി കീറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആ തൊലി കീറിയിരിക്കുന്നു. പക്ഷെ മരണത്തിന് സാധ്യത. എന്നാലും നമ്മൾ എന്തെങ്കിലും മരുന്ന് വെച്ച് പുറത്തേക്ക് വിടുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും മരുന്ന് വെച്ച് പുറത്തേക്ക് വിട്ടില്ലെങ്കിൽ മിക്കവാറും അദ്ദേഹം മരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ആ ഒരു തൊലിയുടെ ആ കീറൽ നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ വരെ നല്ല കീറൽ. നമ്മൾ ഉറുമ്പിൽ കടിച്ചിരിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മളത് നന്നായിട്ട് എനിക്ക് എന്തോ കിടന്ന സ്ഥലത്ത് എന്തോ വെയിറ്റുള്ള എന്തോ സാധനം വീഴുകയും പിന്നെ ഉള്ള സാധ്യത വെച്ചാൽ റോഡ് ക്രോസ് ചെയ്ത് വരുമ്പോൾ ബൈക്ക് പോലെ എന്തെങ്കിലും സാധനങ്ങൾ കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെയും ആ ബൈക്കിൻ്റെ വീലിൻ്റെ അതുപോലത്തെ ഒരു പാടാണ് ഈ കാണുന്നത്. സൈഡ് ചരിഞ്ഞ് കയറി, ഫുള്ള് കയറി ക്രോസ് ചെയ്ത് പോയില്ല, ചരിഞ്ഞ് കയറി പോയിരിക്കുക. അങ്ങനെയാണ് ആ സൈഡിലെ പൊട്ടൽ കിടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ബൈക്ക് കയറാനാണ് സൗണ്ട് സാധ്യത. കല്ല് വീഴുന്നതിനേക്കാളും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീഴുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത് ബൈക്ക് കയറി പോകാനുള്ള സാധ്യത. നല്ല ആരോഗ്യമുണ്ട്. പക്ഷേ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടിയില്ലെങ്കിൽ ഡെഡായിപ്പോൾ മരിച്ചു പോവാം. എന്തായാലും ഈ പ്രാവശ്യം ഇപ്പോൾ നമ്മൾ ഇതിനെ ഇപ്പോൾ അപകടമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതെങ്കിലും ഇവിടെ എവിടെയെങ്കിലും തന്നെ ഏതെങ്കിലും പറമ്പിൽ എണ്ണ ചേർന്ന് മുട്ടയിടാനുള്ള സാധ്യതയുള്ള അതിഥി. അതുപോലെ വാലിൻ്റെ ഭാഗത്തൊക്കെ വാലിൻ്റെ പടമൊക്കെ വാലിലൊക്കെ അവിടെയൊക്കെ എന്തൊക്കെയോ പാടത്തൊലി പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് തന്നെ ഒരു വേറെ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. ഇവൻ കിടന്ന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ റോഡിനോട് ചേർന്ന് ചപ്പിന് ഇവിടെ അറിയാം. നമുക്ക് ചേട്ടൻ പറഞ്ഞ പോലെ ഈ വീട് ഇവിടെ ഈ സൈഡിലേ വീടുള്ളൂ, ഓപ്പോസിറ്റ് സൈഡിൽ വീടില്ല. മൊത്തം റബ്ബർ തോട്ടങ്ങളാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ പന്നിയുടെ സാന്നിധ്യം വളരെ കൂടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വേക്കൻ്റായി കിടക്കുന്ന സ്ഥലങ്ങളിൽ പന്നി കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതവിടെ ജീവിച്ചേ പറ്റും. ഒത്തിരിയും പറമ്പ് കിടക്കുകയാണ്. നമുക്കിവിടെ കാണാം. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ആ മുറിവ് മാത്രമല്ല, അല്ലാതെ വേറെ എണീറ്റ് നിൽക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നും പ്രശ്നം കാണുന്നില്ല. നല്ല പടം പൊഴിക്കാറായി എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. വേറെ പ്രത്യേകതയൊന്നുമില്ല. മുറിവ് എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ മരുന്ന് വെച്ച് കെട്ടി. എനിക്ക് തോന്നുന്നത് എൻ്റെ വണ്ടിയിൽ ബാഗിൽ ബെറ്റാഡിൻ ഓയിൽമെൻറ്റ് കാണാം. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങ് റിലീസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇത് എവിടെയെങ്കിലും എഴഞ്ഞു പോയിട്ട് അതിന് മാളത്തിൽ പാറക്കെട്ടിനകത്ത് അല്ലെങ്കിൽ വല്ല മാളത്തിൽ കയറി ഇരുന്ന് അനങ്ങാതിരുന്നാൽ ആ മുറിവ് അങ്ങ് ഹീലാവും. നമ്മൾ ഈ മുറിവ് വെച്ച് കെട്ടി, അപ്പോൾ നമ്മൾ സ്റ്റിച്ചൊക്കെ ഇട്ടു. ട്രിവാൻഡ്രത്ത് എനിക്ക് തോന്നുന്നു സൂവിൽ ഡോക്ടറും അതുപോലെ നമ്മുടെ PMGയിൽ ഒക്കെ കൊണ്ടുപോയി നമ്മൾ പാമ്പുകളെ ഒരുപാട് സർജറി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒത്തിരി കാലങ്ങൾക്ക് മുന്നേ 10-15 വർഷങ്ങൾക്ക് മുന്നെയാണ്. അതുപോലെ പെരുമ്പാമ്പിൻ്റെ ദേഹത്ത് മുഴയുണ്ടായിരുന്നു, നമ്മൾ സർജറി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഒട്ടനവധി ഇതുപോലെ അപകടത്തിൽപ്പെട്ട അതികൾ നമ്മൾ ചികിത്സിച്ചിട്ടുണ്ട്, രക്ഷിച്ചിട്ടുണ്ട്. അപൂർവമായിട്ട് മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ. അപൂർവമായിട്ട്. അതിൽ എനിക്ക് ഏറ്റവും വിഷമം തോന്നുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ നമ്മുടെ പേപ്പാറയ്ക്ക് അടുത്ത് ഇതുപോലെ ഇപ്പോൾ ഒരു രാജവമ്പാല നായുടെ കടിയേറ്റ് മരണപ്പെട്ടു. അന്ന് എനിക്കൊണ്ട് ജയന്തൻ എന്ന് പറഞ്ഞ സാറാണ് അവിടുത്തെ പേപ്പർ ആയിരുന്നു. പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു, പുള്ളി കാട്ടാക്കടക്കാരനാണ്. അങ്ങ് അദ്ദേഹം വിളിച്ചുകൊണ്ട് ഞാൻ അതിനെ പോയി സേവ് ചെയ്ത് 10 വർഷത്തിന് മുന്നെയാണ്, 10-15 വർഷം മുന്നെയാണ്. അപ്പോൾ എന്തായാലും ചെല്ലുമ്പോൾ തന്നെ നായുടെ മുന്നിൽ അത് ഫൈറ്റ് ചെയ്തൊരു 10-15 നായ്ക്കൾ കയറുന്ന ദേഹം മുഴുവനും മുറിവായിരുന്നു, ദേഹം മുഴുവനും. അങ്ങനെ എന്നോട് അദ്ദേഹം പറഞ്ഞു, എന്താണ് സുരേഷ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, മരുന്നൊക്കെ വെച്ച് കെട്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് മരുന്നൊക്കെ വെച്ച് കെട്ടി. പക്ഷേ അത് ദേഹം മുഴുവൻ കീറിപ്പോയി. അപ്പോൾ പിറ്റേന്നത് മരണപ്പെട്ടു. നമുക്കത് ഒരിക്കലും നമ്മുടെ എന്താ പറയുക ഒരു ഫോട്ടോ എടുത്ത് വെക്കാനൊന്നും അത്രയ്ക്ക് എനിക്ക് വിഷമം തോന്നി. അത്രയ്ക്ക് മുറിവുകളായിരുന്നു, ദേഹം മുഴുവനും മുറിവുകൾ. അന്ന് രാത്രിയോ പിറ്റേന്നോ അത് മരണപ്പെട്ടു. അപ്പോൾ ഇതും അങ്ങനെ മരണപ്പെടാണ്ട് സാധ്യതയില്ല. നമ്മൾ സാധാരണഗതി നമ്മൾ കാണും പോലെ മൂർഖൻ തന്നെയാണ്. മൂർഖൻ പെണ്ണതിഥി, നല്ല
ആരോഗ്യ ഉണ്ടായിരുന്നു. പക്ഷേ ദേഹത്ത് വണ്ടി കയറിയിട്ടാണോ കല്ല് വീണിട്ടാണോ എന്തെങ്കിലും കല്ല് വീണിട്ടോ അങ്ങനെ എന്തെങ്കിലും ക്ഷതം ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും എനിക്ക് തോന്നുന്നു എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ വാഹന അപകടത്തിൽപ്പെട്ട ഒരുപാട് അതുകൾ ഞാൻ കൊണ്ടുവന്ന് ചികിത്സിച്ചാലും ബൈക്ക് കയറിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പിക്കാൻ വേണ്ടി ഇനി നമുക്ക് 100% ഉറപ്പിച്ചൊന്നും പറയാനില്ല. പക്ഷേ ചെറിയ സൈഡിൽ മാത്രമേ ചപ്പിനോട് ചേർന്ന് വഴിയോട് ചേർന്ന് കിടന്ന സമയത്തായിരിക്കാം ബൈക്ക് കയറിപ്പോയത്. അതുകൊണ്ടായിരിക്കാം അത് ഇങ്ങനെ കയറിയെന്ന് എനിക്ക് സൈഡ് ഇങ്ങനെ ചരിഞ്ഞ് പോയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വേറെ ഈ ഒരു മുറിവല്ലാതെ ആരോഗ്യപരമായിട്ട് വേറെ അകത്ത് ഇൻ്റേണൽ ഇഞ്ചറി ഒന്നുമില്ല. എങ്കിൽ നമുക്ക് വായിൽ കൂടി അദ്ദേഹത്തിൻ്റെ വായിൽ കൂടി ഇപ്പോൾ ഇങ്ങനെ ചീറ്റുമ്പോൾ വായിൽ കൂടി ബ്ലഡ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഒരു രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. കാരണം അത് ഒരുപാട് അങ്ങനത്തെ അതിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഇങ്ങനെ പത്തി വിടർത്തി ഇങ്ങനെ ചീറ്റി വരുമ്പോൾ ഈ വായിൽ കൂടി ഇങ്ങനെ ബ്ലഡ് പുറത്തേക്ക് തള്ളി വരും. അങ്ങനെ വരുന്ന അകത്ത് ഇൻ്റേണൽ ഇഞ്ചറി ഉണ്ടായിട്ട് 2 ദിവസം കഴിയുമ്പോൾ മരണപ്പെടും. ഇത് പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഈ ചീറ്റി വരുന്ന പത്തി എടുത്ത് ഇങ്ങനെ ആടി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ചീറ്റി വരുന്ന സമയത്ത് വായിൽ കൂടി ബ്ലഡ് വരികയോ ബ്ലഡിൻ്റെ അംശമൊന്നും അവിടെ കാണുന്നില്ല. ഇത് ഇഴഞ്ഞു വന്ന് ഈ ടൈലിൻ്റെ ഇടയിൽ കയറിയ സമയത്ത് ചുണ്ടിലെ തൊലിയൊക്കെ ഇവിടെ വെച്ച് പോയതാണോ എന്നറിയില്ല. എന്തിൻ്റെങ്കിലും ഇടയിൽ കൂടെ ഈ വേദന കൊണ്ട് കയറി വന്നതായിരിക്കാം. അങ്ങനെ ആയിരിക്കും ചുണ്ട് എവിടെയെങ്കിലും കൊണ്ട് തള്ളി കയറ്റി കാണാം. അതാണ് ഇവിടെ തന്നെ വന്നിട്ട് കുറേ നേരം ഇഴഞ്ഞ പാട് നമുക്കിവിടെ കാണാം. നല്ല ഇഴഞ്ഞ മണ്ണിലൊക്കെ ഇഴഞ്ഞ പാട്. അപ്പോൾ ഒത്തിരി സമയമായിരിക്കണം ചിലപ്പോൾ ഇതിനകത്ത് വന്നിരുന്നിട്ട്. ഇതിനകത്തൊരു മാളത്തിനകത്താണ് ചിലപ്പോൾ ഇദ്ദേഹത്തിന് ഈ മുറിവിൽ മരുന്ന് വേണ്ട. മാളത്തിനകത്ത് ഇങ്ങനെ ചുരുണ്ട് അനങ്ങാതിരിക്കുമ്പോൾ തന്നെ മുറിവൊക്കെ അങ്ങ് ഒട്ടിപ്പിടിച്ച് താനെ അങ്ങ് ഹീലാവും. അപ്പോൾ പാമ്പുകളുടെ പ്രത്യേകത എവിടെയെങ്കിലും വല്ല മുറിവുണ്ടാക്കി അതിന് മാളത്തിൽ കയറി സമാധി ഇരിക്കുമ്പോൾ ചുറ്റി അങ്ങ് ഇരിക്കും. അപ്പോൾ ആ മുറിവ് അങ്ങ് ഹീലായി. ഇതിപ്പോൾ നമുക്ക് വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല, പേടിക്കേണ്ടതില്ല. അദ്ദേഹം മരണപ്പെടുമെന്നുള്ള ടെൻഷൻ വേണ്ട. എന്നെപ്പോലുള്ളവർക്ക് സാധാരണ നമ്മളെപ്പോലുള്ളവർ എപ്പോഴും ഇവർക്കൊന്നും ഒരു അപകടം ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്ന മനസ്സുകൂടിയുള്ളവരാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തായാലും ജീവൻ നഷ്ടപ്പെടുന്നുള്ളൊരു പേടിയോ ടെൻഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി എനിക്കില്ല. അദ്ദേഹം ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയില്ല. പിന്നെ ഇനിയും ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ കയറി വന്ന് ഇപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സാധ്യത ചിലപ്പോൾ ഇവിടെ ഇഷ്ടികടപ്പല്ല നമ്മുടെ താബൂക്ക് കിടപ്പുണ്ട്, അപ്പുറത്ത് വിറവ് കുറച്ചപ്പുറത്ത് കല്ല് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഒന്ന് ചിലപ്പോൾ എലിയുടെ മണം അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ ഇരുന്നു ചിലപ്പോൾ 10 ദിവസം കഴിയുമ്പോൾ ആ മുറിവൊക്കെ കരിഞ്ഞതിന് ശേഷം മാത്രമേ ചിലപ്പോൾ യാത്ര ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു 2-3 മാസമൊക്കെ ഇവിടെ ഇരിക്കാം സാധ്യതയുണ്ട്. വെച്ചാൽ നല്ല ഇരിക്കാനുള്ള മാറി ഇരിക്കാനുള്ള സാഹചര്യമുണ്ട്. വിറവും വേസ്റ്റും ഒക്കെ ഉണ്ട്. പുതിയ വീടാണ്. അപ്പോൾ പണിതിൻ്റെ കുറച്ച് സാധനങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കൂടിക്കാഴ്ച. ഞാനും എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ എൻ്റെ അനിയനെന്നാണ് എല്ലാവരോടും പരിചയപ്പെടുന്നത്. എൻ്റെ പ്രിയ ജ്യേഷ്ഠ സഹോദരൻ ശ്രീമാൻ ഗോവൻ ചേട്ടൻ അവറുകൾ. അദ്ദേഹം നമ്മളെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇതങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും. അദ്ദേഹം പറഞ്ഞ താഴോട്ട് പറമ്പാണ് സുരേഷ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വയ്യാത്ത നമ്മുടെ മൂർഖന് അതിഥിയെ നമുക്ക് സമ്മാനിച്ച ഗോവൻ ചേട്ടനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും നന്ദി. ഒരുപാട് വർഷത്തെ പരിചയം പുതുക്കാനായിട്ട് ഇദ്ദേഹം കാരണമായി. അതിന് ഇദ്ദേഹത്തിനോട് നന്ദി. അതോടൊപ്പം തന്നെ സന്തോഷം. നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമ്മുടെ കുറേ നാളുകൾക്ക് ശേഷം കൗമുദി ടിവിയുടെ നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാത്ത യാത്ര, ഒട്ടനവധി ജില്ലകൾ കടന്നു പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ കോട്ടയം ജില്ല വരെ, ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഈ 5 ജില്ലകൾ നമ്മൾ ഒരുമിച്ച് നമ്മുടെ എപ്പിസോഡ് നമ്മുടെ പ്രേക്ഷകർ നമ്മൾ 800 എപ്പിസോഡ് പിന്നിടുന്ന പ്രോഗ്രാമിൽ അതികൾ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. രാത്രിയും പകലും ഒരു രാത്രി വെളുപ്പാങ്കാലത്തൊക്കെ നമ്മൾ വെളുക്കുന്ന സമയത്തൊക്കെ നമ്മൾ കാട്ടിക്കൊണ്ട് പാമ്പിനെ തുറന്നു വിട്ടിട്ട് വരുന്ന വീഡിയോസൊക്കെ നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴാണ് നമ്മുടെ രാത്രിയുള്ള യാത്രകൾ പറഞ്ഞത്. പകൽ ഒട്ടനവധി ആളുകളെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ മടങ്ങുകയും ഞാൻ പിന്നെ അടുത്ത പോയി കഴിഞ്ഞാൽ 3-4 ദിവസം കഴിഞ്ഞേക്കും മടങ്ങി. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മുടെ രാത്രിയത്തെ നമ്മുടെ അതിഥികളുടെ വിശേഷങ്ങൾ എത്തിക്കാൻ കഴിയാത്തത്. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി. നമസ്തേ.